ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ അതെ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്തത് CNN ആയിരുന്നു അല്ലേ? സോ CNNൽ അതെ. ഫാഷനബ്നെസ് എന്ന് പറയുന്ന ടെൻസർഫ്ലോയിലുള്ള ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. സോ ഫാഷനബ്നെസ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. സോ അതിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ട്രെയിൻ, വൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങിനെയും ടാർജറ്റിനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളത് അങ്ങനെ തന്നെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ സ്കെയിലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, 6000,28/28 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതാണ് എക്സ് ട്രെയിനിൽ 28/28 ആണ് വരുന്നത്. ഇതേപോലെ എക്സ് ടെസ്റ്റിൽ 10,000,28/28 ആണ് വരുന്നത്. സോ എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റും ചെറിയ വേരിയേഷൻസ് ആണുള്ളത്. ദെൻ ഇവിടെ 10,000 വരുന്നുണ്ട് എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റും. സോ എക്സ് ട്രെയിൻ ഓഫ് 0 എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വാല്യൂവിനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ് 28/28 ആണ് വരുന്നത്. സോ നോർമലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 6,000 70,000 ആണ് ടോട്ടൽ വരുന്നത്. അതിൽ 60,000 ട്രെയിനിങ്ങിനും 10,000 ടെസ്റ്റിങ്ങിനും ആയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻഡിവിജ്വലി ഓരോന്ന് എടുക്കുവാണെങ്കിൽ ആ ഓരോ പിക്ചറിൻ്റെയും ഷേപ്പ് എന്ന് പറയുന്നതാണ് ഇത് 28/28 എന്ന് പറയുന്നത്. സോ ആ ഒരു പിക്സൽ കൗണ്ട് ആയിരിക്കും അവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. സോ റോസിലും കോളംസിലും നമ്മൾ പറയൂലേ, സോ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെ വരിക. റോസും കോളംസും വരുന്ന പോലെ തന്നെ ഇവിടെ പിക്സൽ കൗണ്ട് പിക്ചറാണ് വരുന്നത്. സോ അതിൽ നമ്മൾ എന്താണ് പിക്ചർ കൗണ്ട് എന്ന് പറയുന്നത് 28/28 ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ക്ലാസ്സസ് നമ്പേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ആ ഒരു ഡാറ്റ സെറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദെൻ നമ്മൾ മാച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 60,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ്ങിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിൽ ട്രെയിനിങ് ഡാറ്റ സെറ്റിന് മാത്രം എടുക്കുമ്പോഴും ആ ഒരു കൗണ്ടിങ് നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0 ആയിരിക്കും. സോ ലാസ്റ്റ് വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, മാട്രോ യൂസ് ചെയ്തത്. സോ ഒരു പിക്ചർ എന്താണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ എക്സ് ട്രെയിൻ ഓഫ് എന്ത് കൊടുത്തിട്ടുണ്ട്, 59,999 നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ക്ലാസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വൈറ്റ് ട്രെയിനിൽ ഇത് എന്താണ് എക്സ് ട്രെയിനിൽ നിന്നാണ് എടുത്തത്. സോ അതിൻ്റെ ക്ലാസ് ഏതാ പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വൈറ്റ് ട്രെയിനിൽ ചെക്ക് ചെയ്ത് നോക്കി സെയിം നമ്പറിൻ്റെ അതൊരു സാൻഡിൽ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ CNN നെറ്റ്വർക്ക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ 4 ഡയമെൻഷൻസ് ആണ് മെയിനായിട്ട് വരിക, ബാച്ച് സൈസ്, റോസ്, കോളംസ്, ചാനൽസ്. ഓക്കെ. സോ ആ ഒരു 4 വാല്യൂസ് ആണ് നമ്മളിവിടെ മെയിൻലി കൊടുക്കുന്നത്. സോ നമ്പർ ഓഫ് ചാനൽസ് പറയുന്നത് നമ്മൾ സിംഗിൾ ചാനൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതിൽ നമ്പർ ഓഫ് ചാനൽസ് വരുന്നത് എന്താണ്, സിംഗിൾ ചാനൽ ആണെങ്കിൽ അത് ഗ്രേ ആയിട്ടും, അതേപോലെ തന്നെ RGB ആണെങ്കിൽ 3 ചാനലാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കറൻ്റ്ലി ഐ തിങ്ക് 3/3 RGB തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബാച്ച് സൈസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ റോസ് കൊടുത്തിട്ടുണ്ട്, കോളംസ്, ദെൻ ചാനൽസ് ഇവിടെ നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിട്ടാണ് നമ്മൾ സ്കെയിൽ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്, ഗ്രേ സ്കെയിൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ കറൻ്റ്ലി നമുക്ക് കളർ കാണാം അല്ലേ, യെല്ലോ കാണാം, ബ്ലൂ കാണാം. സോ ആ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടി ഇമേജ് റെക്കഗ്നേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കൺവേർഷൻ കൊടുത്തു നോക്കി, റീഷേപ്പിൻ്റെ ഉള്ളിൽ 60,000 ഈ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് 60,000 ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ 28,28 വരും, അതേപോലെ 1 വരും. ഓക്കെ. സോ എക്സ്ട്രെയിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക ആദ്യം. എക്സ്ട്രെയിൻ്റെ ഷേപ്പ് നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ഇതാണ്ടോ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ്. അതിൽ എക്സ്ട്രെയിൻ ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു 60,000 ആയിരിക്കും വരുന്നത്. എക്സ്ട്രെയിൻ ഓഫ് 1 എന്ന് പറയുന്നത് 28 ആയിരിക്കും. അതേപോലെ എക്സ്ട്രെയിൻ ഓഫ് 01 എക്സ്ട്രെയിൻ ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും വരുന്നത്, ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ
60,028 എന്നുള്ള വാല്യൂ വന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സ്കെയിൽ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സോ എക്സ്ട്രെയിൻ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സ് ടെസ്റ്റിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഷേപ്പ് ചെയ്യുന്നുണ്ട്. ഷേപ്പ് ഓഫ് 0, 1, 2 കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്തു, 1 കൊടുത്തിട്ടുണ്ട്. എക്സ് ടെസ്റ്റിന് എങ്ങനെയായിരുന്നു, 10,000 28 1 എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ഇവിടെ. കണ്ടോ, ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ അവിടെ ഇട്ടത്. ആ ഒരു എക്സ് ടെസ്റ്റിന്റെയും എക്സ്ട്രെയിന്റെയും ഷേപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്, ബാച്ച് സൈസ് ആയിട്ടും റോസും കോളംസും ചാനൽസും ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ചാനൽസ് വേണമെങ്കിൽ RGB ഇമേജസ് ഒക്കെ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തെന്നുണ്ടെങ്കിൽ 3 കൊടുക്കാം, അല്ല ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ 1 കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ സീക്വൻഷ്യൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മോഡലിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ കൺവല്യൂഷണൽ ലെയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെയർ എന്ത് ചെയ്തു, 2D കൺവല്യൂഷണൽ 2D വെക്ടറൈസർ നമ്മൾ യൂസ് ചെയ്തു. ദെൻ അതിൻ്റെ ഒരു ന്യൂറോൺസിന്റെ കൗണ്ട് കൊടുത്തിരുന്നു. ദെൻ ആ ഒരു ഇമേജിന്റെ സൈസ് 3x3 ആണ് നമുക്ക് വേണ്ടത്. സോ ഒരു മെഷർമെന്റ് നടക്കേണ്ടതും എങ്ങനെയാണ്, 3x3 തന്നെയായിട്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സോ അതൊരു ഇമേജ് വെച്ച് പറഞ്ഞിരുന്നു. ദെൻ ഇൻപുട്ട് ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 28x28 ആണ്. ദെൻ നമ്മൾ എന്താണ്, ആ ഒരു സ്കെയിലിംഗ് ഗ്രേ സ്കെയിൽ ആണോ RGB ആണോ എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായി. സോ ഗ്രേ സ്കെയിൽ വെച്ചിട്ടായിരിക്കും ഈ മെഷർമെന്റ്. ഒരു ഇൻപുട്ട് ഷേപ്പ് കൺസിഡർ ചെയ്യുന്നത് ഗ്രേ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ സ്ട്രൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 2x2 ആണ്. സോ 2x2 റേഷ്യോയിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അതായത് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഒന്ന് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ പാഡിങ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ റിലു ആണ്. ദെൻ മാക്സ് പൂളിംഗ് 2D ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂൾ സൈസ് എന്ന് പറയുന്നത് എന്താണ്, 2x2 ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായി. ദെൻ ഡ്രോപ്പ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കൺവല്യൂഷണൽ 2D ലെയർ 2 ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫ്ലാറ്റൻ ചെയ്തു. ഓക്കെ, സോ ഇതിൽ നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് ANN-ലൊക്കെ യൂസ് ചെയ്തതിനേക്കാളും ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കൺവല്യൂഷണൽ 2D ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുള്ളിൽ നമുക്ക് വന്ന ടേം ആണ് ഇത് സ്ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ. സോ ഓക്കെ, സോ കൺവല്യൂഷണൽ ലെയറുള്ള സ്ട്രൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പിക്സൽസ് ഓരോ സെല്ലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ആ ഒരു ഇമേജിനെ. എന്നാലല്ലേ അതിൻ്റെ ഉള്ളിലെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. സോ ആ ഒരു പിക്സലിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേർണൽ യൂസ് ചെയ്തിട്ട് ഓരോ പോർഷൻ ബൈ പോർഷൻ നമ്മൾ ആ ഒരു ഇൻപുട്ട് ഇമേജിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവല്യൂഷൻ ഓപ്പറേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ആ ഒരു പോർഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എത്ര പോർഷൻ വീതമാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കണം. സോ ആ ഒരു പോർഷനാണ് ഇത് 2x2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ബൈ ഡിഫോൾട്ട് സ്ട്രൈഡ് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഫിൽറ്റർ മൂവ് ചെയ്യുക അറ്റ് എ ടൈം ഒരു പിക്സലിലായിരിക്കും. സോ സ്ട്രൈഡ് 2 കൊടുക്കുവാണെങ്കിലോ ഫിൽറ്റർ 2 പിക്സൽ വീതമായിരിക്കും അറ്റ് എ ടൈം മൂവ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ടിന്റെ സൈസും ക്വിക്ലി അത് ചെയ്യും. സോ 2x2 കൊടുക്കുവാണെങ്കിൽ അതൊരു 2x2 മെട്രിക്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ട്രൈറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ 2D കൺവല്യൂഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ്സ് ഇതേപോലെ കൊടുത്താലും മതി. 3x3 അല്ലെങ്കിൽ ഫീച്ചർ മാപ്പ് ഒക്കെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3x3 കൊടുക്കാം, അല്ലെങ്കിൽ 2x2 നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റ്സ് കൊടുക്കാം കേട്ടോ. ദെൻ അതേപോലെ തന്നെ കൺവല്യൂഷണൽ 2D എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2D കൺവല്യൂഷണൽ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2D എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതൊരു ഇമേജ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുക. ഇത് 2 ഡയമെൻഷൻസ് ആയിരിക്കും മെയിൻലി വരുന്നത്, ഹൈറ്റും വിഡ്ത്തും പ്ലസ് അതിൻ്റെ ചാനലും. ഓക്കെ, കൺവല്യൂഷണൽ 2D ലെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 32 ആണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൺവല്യൂഷണൽ 2Dൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ആ ഫിൽറ്റർ ആണ്. ഫിൽറ്റേഴ്സ് മീൻസ് ആ നമ്പർ ഓഫ് കേർണൽസ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ്, എത്ര ഫീച്ചേഴ്സ് ആ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജിൽ എത്ര ഫീച്ചേഴ്സ് മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇനീഷ്യൽ മെഷർ ആണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത്. സോ ഓരോ ഫിൽറ്ററിലും എന്താണ്, ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും ലേൺ ചെയ്യുന്നത്. ഒരു ഇമേജിനെ സംബന്ധിച്ചിടത്തോളം പല ഫീച്ചേഴ്സ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും, കർവ്സ് ഉണ്ടാവും, ടെക്സ്ചർ ഉണ്ടാവും. സോ അങ്ങനെ പല ഫീച്ചേഴ്സും എന്ത് ചെയ്യും, അതിൽ ലേൺ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, ഫിൽറ്റേഴ്സിൻ്റെ അക്കൗണ്ട് ക്രൂഷ്യലാണ്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് എന്ത്, കേർണൽ സൈസ് എന്ന് പറയുന്നത്. ആ ഫിൽറ്ററിൻ്റെ സൈസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3x3 ആണ് കേട്ടോ. സോ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം
കൺവല്യൂഷന് 2D കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക 32, അതായത് ഫിൽറ്റേഴ്സ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. കോമ നെക്സ്റ്റ് എന്ത് കൊടുക്കുക കേർണൽ സൈസ് കൊടുക്കുക, കേർണൽ സൈസ്. ദെൻ അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻപുട്ട് ഷേപ്പ് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് ഷേപ്പ് കൊടുക്കുക. അതായത് ഇൻപുട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, അതിൻ്റെ ഷേപ്പ് 28/28 പിന്നെ അതിൻ്റെ ഒരു കളർ, ആ ഒരു ഷേപ്പിൻ്റെ ലാസ്റ്റ് ഏത് ടൈപ്പാണ് ഇമേജ് വരുന്നതെന്നുള്ളതും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ദെൻ അതേപോലെ തന്നെ എന്ത് കൊടുക്കുക ഇൻപുട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്, കോമ. ദ നെക്സ്റ്റ് സ്ട്രൈറ്റ്സ് ആണ് അല്ലേ. സോ ആ ഫിൽറ്റർ മൂവ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പിലും എന്താണ് ഫിൽറ്റർ മൂവ് ചെയ്യുന്നതാണ് ആ പറയുന്നത്. ബൈ ഡിഫോൾട്ട് 1,1 ആണ് വരുന്ന വാല്യൂ. സോ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു 2,2 കൊടുത്തു, കുറച്ചും കൂടി വലിയൊരു പോർഷൻ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ സ്ട്രൈറ്റ്സിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1,1 ആണ് കേട്ടോ. ദെൻ അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഇത് പാഡിംഗ് എന്ന് പറയുന്നത്. സോ പാഡിങ്ങിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം, വാലിഡും വരാം, അതേപോലെ സെയിമും വരാം. ഓക്കെ, വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡിംഗ് ഒന്നുമില്ല, ആ ഒരു കേസിലാണ് നമ്മൾ വാലിഡ് യൂസ് ചെയ്യുക കേട്ടോ. സോ നോ പാഡിംഗ്, പാഡിംഗ് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് ഷ്രിങ്ക് ചെയ്യുന്ന കേസിലൊക്കെ ആണെങ്കിൽ നോ പാഡിംഗ് വാലിഡ് കൊടുത്താൽ മതി. സെയിം ആണെങ്കിൽ 0 പാഡിംഗ് ആണ്. സോ ഔട്ട്പുട്ടിനും സെയിം സൈസ്, ഇപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സെയിം സൈസ് ആണെങ്കിൽ പോലും, അതായത് നമ്മുടെ സ്ട്രൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ പോലും നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, സോ സെയിം എന്ന് പറയുവാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക 0 പാഡിംഗ്, 0 പാഡിംഗ് ആണ് മീൻ ചെയ്യുന്നത്. സോ എന്താണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സെയിം സൈസ് ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കാം. സോ നോൺ ലീനിയർ ഫംഗ്ഷൻസിന് നമ്മൾ കൺവല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ്ലി റെലു ആണ് യൂസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മുടെ ടാർഗറ്റ് കോളത്തിനനുസരിച്ചിട്ട് ഇതിപ്പോൾ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതുകൊണ്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ത് കൊടുത്തു സോഫ്റ്റ് മാക്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. സോ ഫിൽറ്റേഴ്സ് 32 കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്താണ് കേർണൽ സൈസ് 3,3, അതായത് ഓരോ ഫിൽറ്ററിനും 3/3 മെട്രിക്സ് ആയിട്ടായിരിക്കും ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്, സോറി കേർണൽ സൈസ് വർക്ക് ചെയ്യുന്നത്. ദെൻ സ്ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് 1,1 ആണ്. സോ നമ്മൾ 2/2 കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ പാഡിങ് സെയിം കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ടിൻ്റെ സൈസ് 64/64 ആയിട്ട് ഇൻപുട്ടിൻ്റെ പോലെ തന്നെ റിമെയിൻ ചെയ്യുവാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ദെൻ അതേപോലെ ആക്ടിവേഷൻ റിലു എന്ന് പറയുന്ന ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റിലു എന്ന് പറയുന്ന നോൺ ലീനിയാരിറ്റിക്ക് നമ്മൾ വരുന്ന കേസസിൽ നമ്മൾ റിലു ആണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻപുട്ട് ഷേപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻപുട്ട് ഷേപ്പിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് ഷേപ്പും വരാൻ വേണ്ടിയിട്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. സോ നോർമലി നമ്മൾ ചെക്ക് ചെയ്തപ്പോഴെന്തായിരുന്നു 28,28,1 ആയിരുന്നു വന്നിരിക്കുന്നത്. സോ ആ ഒരു ഇൻപുട്ട് ഷേപ്പ് തന്നെ നമുക്ക് ഔട്ട്പുട്ടിനും വേണം. സോ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന വാല്യൂസ്. ദെൻ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇത് മാക്സ് പൂളിംഗ്. ഓക്കെ, സോ മാക്സ് പൂളിംഗ് 2D എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ മാക്സ് പൂളിംഗ് 2D എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ സാമ്പിളിംഗ് ഓപ്പറേഷൻ ആണ്. CNN കൺവല്യൂഷണൽ ലെയറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് മാക്സ് പൂളിംഗ് 2D എന്ന് പറയുന്ന ആ ഒരു ലെയർ. അതായത് സ്പേഷ്യൽ ഡയമെൻഷൻസ് ലൈക്ക് വിഡ്ത്ത് ഹൈറ്റ്, സോ ആ ഒരു ഫീച്ചേഴ്സിനൊക്കെ മാപ്പ് ചെയ്തതിന് ശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസിനെ മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ മാക്സ് പൂളിംഗ് 2D എന്ന് പറയുന്ന ആ ഒരു ടേം. 2D എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഡയമെൻഷണൽ ഫീച്ചേഴ്സ് മാപ്പ്, ഹൈറ്റും വിഡ്ത്തും വെച്ചിട്ടുള്ളത്. മാക്സ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ജോയിൻറ്റ് ആയിരുന്നില്ലേ? സോ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡയമെൻഷണൽ ഫീച്ചേഴ്സ് മാപ്പ് ആയിരിക്കും അതിൽ മെയിനായിട്ട് വരുന്നത്. ഹൈറ്റും വിഡ്ത്തും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദെൻ മാക്സ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ചെറിയ റീജിയനിലും എന്തായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും പിക്ക് ചെയ്യുന്നത് മാക്സ് പൂളിങ്ങിൽ. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ
ആ കമ്പ്യൂട്ടേഷൻസ് കുറയ്ക്കും. അതേപോലെ ചെറിയ പിക്സൽസ് ആണെങ്കിലും, കുറച്ച് പിക്സൽസ് ആണെങ്കിലും ആ ഒരു നെക്സ്റ്റ് ലെയറിലേക്ക് ഫ്യൂവർ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ പോലും നെക്സ്റ്റ് ലെയറിൽ അത് ഹാൻഡിൽ ചെയ്യും. അതേപോലെ ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യും. ലൈക്ക് റെഗുലറൈസർ പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡൊമിനന്റ് ഫീച്ചേഴ്സ്, അതായത് സ്ട്രോങ്ങസ്റ്റ് ആക്ഷൻസ് ഒക്കെ ഉള്ള ആ ഒരു ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. ലൈക്ക് എഡ്ജസ് ഉണ്ടാവും, ടെക്സ്റ്റേഴ്സ് ഉണ്ടാവും ഒരു ഇമേജിന്. സോ അതൊക്കെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. ദെൻ ഒരു ട്രാൻസ്ലേഷൻ ഇൻവേരിയൻസ് പറയും, അതായത് ഇമേജിന്റെ എഫക്റ്റ് ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ എന്താണ് ചെറിയൊരു ഷിഫ്റ്റ് നടത്തുക എന്നൊക്കെ പറയില്ലേ. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മാക്സ് പൂളിംഗ് യൂസ് ചെയ്യുക. ദെൻ മാക്സ് പൂളിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൂൾ സൈസ് ആണ് വരുന്നത്. സോ ആ ഒരു പൂളിംഗ് വിൻഡോന്റെ സൈസ് ആണ് നമ്മളിപ്പോൾ 2x2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ പൂൾ സൈസ് കൊടുക്കാൻ പറ്റും. ദെൻ സ്ട്രൈറ്റ്സ് ഓപ്ഷണൽ ആണ്, സ്ട്രൈറ്റ്സ് വേണമെങ്കിൽ കൊടുത്താൽ മതി, വേണമെങ്കിൽ നന്നായിട്ട് കൊടുക്കാം. ആ പൂളിങ്ങിന്റെ സ്റ്റെപ്പ് സൈസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്ട്രൈറ്റ്സ് യൂസ് ചെയ്യാൻ. ഡീഫോൾട്ട് വന്നിട്ട് പൂൾ സൈസ് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് 2x2 തന്നെയായിരിക്കും മൊത്തം വരുന്നത്, സ്ട്രൈറ്റ്സും വരുന്നത്. നെക്സ്റ്റ് വൺ പാഡിംഗ് ആണ്. പാഡിംഗ് വേണമെങ്കിൽ വാലിഡ് കൊടുക്കാം, അല്ലെങ്കിൽ സെയിം കൊടുക്കാം, മൊത്തം ഓപ്ഷണൽ ആണ്. ഞാനിപ്പോൾ സ്പെസിഫിക്കലി ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ അതിനുശേഷം ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, മാക്സ് പൂളിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. മാക്സ് പൂളിങ് മെയിൻ ആയിട്ട് എന്താ ചെയ്യുക, മാക്സ് പൂളിങ്ങും ആവറേജ് പൂളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. മാക്സ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ ആണ് പിക്ക് ചെയ്യുന്നത്. സോ സ്ട്രോങ്ങസ്റ്റ് ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യും, കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ആവറേജ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ആവറേജ് ആയിരിക്കും എടുക്കുന്നത്. ദെൻ സ്മൂത്തർ ആണ്, ബട്ട് ഷാർപ്പ് ഫീച്ചേഴ്സ് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് മാക്സ് പൂളിങ്ങിന്റെ കേസിൽ വരുമ്പോൾ ആ ഫീച്ചേഴ്സ് ഒക്കെ സ്ട്രോങ്ങസ്റ്റ് ഫീച്ചേഴ്സിന് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. സോ മാക്സ് പൂളിംഗ് നമ്മൾ മെജോറിറ്റി യൂസ് ചെയ്യുക CNN-ലാണ്. സോ അത് എഡ്ജസ്, ഒരു പിക്ചറിന്റെ എഡ്ജസ് ടെക്സ്ചർ ഒക്കെ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മാക്സ് പൂളിംഗ് 2D മെജോറിറ്റി യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്രോപ്പ് ഔട്ട് ആണ് അല്ലേ. സോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ആ ഒരു ലെയറിനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ റെഗുലറൈസേഷൻ ടെക്നിക്ക് തന്നെയാണ്. സോ ഓവർ ഫിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ടൈമിൽ എന്താണ് റാൻഡംലി ഒന്ന് ഡ്രോപ്പ് ആക്കി കൊടുക്കും, അതായത് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ചില നമ്മുടെ ലെയേഴ്സിൽ ഒരു ഗിവൺ പ്രോബബിലിറ്റി ഉണ്ടാവുമല്ലോ, അതിനെന്ത് ചെയ്യും, 0 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സ്പെസിഫിക് ന്യൂറോൺസിൽ ഒത്തിരി ഹെവി ആയിട്ട് റിലൈ ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. സോ ഒരു ജനറൽ ഫീച്ചേഴ്സ് പോലെ തന്നെ റോബസ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മാത്രം. ദെൻ അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു ഡെൻസും അതേപോലെ തന്നെ കൺവല്യൂഷണൽ ലെയറും ഉണ്ട്, അതിൻ്റെ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഒരു 100 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് 0.5 അപ്ലൈ ചെയ്തു. സോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ ട്രെയിനിങ് സ്റ്റെപ്പിലും എബോവ് 50% ന്യൂറോൺസ് ഉള്ളതൊക്കെ റാൻഡംലി എന്ത് ചെയ്യും, ഓഫ് ചെയ്യും, അതായത് 0ക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് 0.5 കൊടുത്തിരിക്കുന്നത്. സോ ആ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 0.2 കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതേപോലെ ഇഷ്ടമുള്ള ഡ്രോപ്പ് ഔട്ട് കൊടുക്കാം. 0.5 ആണെങ്കിൽ 50% ആണ് ചെക്ക് ചെയ്യുന്നത്. സോ 50% എബോവ് ഉള്ളതിനെയൊക്കെ എന്ത് ചെയ്യും, ഓഫ് ചെയ്ത് വെച്ചിട്ട് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ന്യൂറോൺസ് ആയിരിക്കും മേ ബി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവാം. സോ ആ ടെസ്റ്റ് ടൈമിൽ വരുമ്പോൾ, അതായത് ഇൻഫറൻസസ് എന്നൊക്കെ പറയും. ഇൻഫറൻസ് എന്ന് പറയുന്നത് അതായത് എല്ലാ ന്യൂറോൺസും എന്തായിരിക്കും, ആക്ടിവേറ്റ് ആയിരിക്കും, ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്കെയിൽഡ് ആണ്. അതായത് സോ ടോട്ടലി ആക്ടിവേഷൻ ബാലൻസ്ഡ് ആയിരിക്കുന്ന അങ്ങനത്തെ കേസിൽ ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ട് ഒക്കെ കൊടുക്കുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ് CNN നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് നമ്മൾ പറയുക. ദെൻ നെക്സ്റ്റ് അതിൽ നമുക്കാണെങ്കിൽ റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്താണ്, ഫ്രാക്ഷൻ ഓഫ് ന്യൂറോൺസ് ഓഫ് ഡ്രോപ്പ് ഔട്ട് ആണ്. അതായത് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് സ്പെസിഫൈ ചെയ്യുന്നത്. നോയ്സ് ഷേപ്പ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല. സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ സീഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡ്രോപ്പ് ഔട്ടിൽ കൊടുക്കുന്ന കാര്യങ്ങൾ. സിംപ്ലി എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്
ഈ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ടേം. സോ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് മൾട്ടിപ്പിൾ ന്യൂറോൺസ് സിമിലർ ഫീച്ചേഴ്സ് തന്നെ അല്ലെങ്കിൽ സിമിലർ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ലേൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ എൻസെമ്പിൾ, അതായത് ചെറിയ നെറ്റ്വർക്ക്സിലും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സബ്സെറ്റ് ഒക്കെ ഉള്ള ന്യൂറോൺസിലും അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും. സോ ട്രെയിനിങ് ടൈമിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബാക്കി ആ ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ട് എല്ലാ ന്യൂറോൺസിനും ആക്ടിവേറ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂറോൺസിനെയും ഡിസേബിൾ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. കോമൺ വാല്യൂസ് ഡ്രോപ്പ് ഔട്ടിൽ കൊടുക്കുന്ന കോമൺ വാല്യൂസ് എന്ന് പറയുന്നത് 0.2 to 0.5 ആണ് നമ്മൾ കോമൺലി കൊടുക്കുന്നത്. ഓക്കെ, റാൻഡം ആയിട്ട് കുറച്ച് ന്യൂറോൺസിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ ഇതിൽ യൂണീക്ക് ആയിട്ട് കൊടുത്തത് ഫ്ലാറ്റൺ ആയിരുന്നു തോന്നുന്നു. യെസ്, സോ ഫ്ലാറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ടെൻസറിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 ഡയമെൻഷണൽ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റൺ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ മൾട്ടി ഡയമെൻഷണൽ ഡാറ്റയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റൻ്റെ ഇൻപുട്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 1 ഡയമെൻഷണൽ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഒരു മെട്രിക്സിനെ സിമ്പിൾ റോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. സോ എന്തുകൊണ്ടാണ് നമുക്ക് ഫ്ലാറ്റൺ വേണ്ടതെന്ന് വെച്ചാൽ കൺവല്യൂഷനും അതേപോലെ തന്നെ പൂളിംഗ് ലെയേഴ്സ്, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2D അല്ലെങ്കിൽ 3D ആയിരിക്കുമല്ലോ. സോ ഫീച്ചേഴ്സ് ഒക്കെ മാപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ദെൻ നമ്മൾ എന്താണ് ഡെൻസ് ലെയർ യൂസ് ചെയ്യും. സോ ഫുള്ളി കണക്റ്റഡ് ലെയർ ആയിരിക്കും. സോ എന്താണ് 1D ഔട്ട്പുട്ട് ആണ് ഇൻപുട്ട് വെക്ടർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഫ്ലാറ്റൺ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിലുള്ളൊരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ കൺവല്യൂഷണൽ ലെയറും പൂളിംഗ് ലെയറും ഡെൻസ് ലെയറും കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റൺ ആണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ആംപ്റ്റി ആയിട്ടാണ് ഫ്ലാറ്റൺ കൊടുത്തിരിക്കുന്നത്. സോ 2D ഫീച്ചർ മാപ്സിനെ എന്താക്കി മാറ്റും, 1 ഡയമെൻഷണൽ ആക്കിയിട്ട് 1 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലാറ്റൺ യൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് മാക്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ദെൻ സോഫ്റ്റ് മാക്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐദർ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി അല്ലെങ്കിൽ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി കൊടുത്തിട്ടുണ്ട്. ദെൻ ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത് എന്താണ്, ആഡം ഒപ്റ്റിമൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്പൈൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, മോഡൽ ഡോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ ട്രെയിനിങ് പ്രോസസ്സ്, ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോസസ്സിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് കമ്പൈൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു മോഡലിന്റെ ട്രെയിനിങ് പ്രോസസ്സിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഐദർ ആഡം അല്ലെങ്കിൽ SGD ഒക്കെ യൂസ് ചെയ്യാം. സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസൈൻ എന്ന് പറയും SGDനെ. സോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒപ്റ്റിമൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ലോസ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ടാസ്കിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താണോ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടത്, സോ അത് നോക്കുക. സോ ഇവിടെ ലോസ് ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കൊടുക്കുക, അതേപോലെ റിഗ്രഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി ഏത് മെട്രിക്സ് ആണ് ട്രാക്ക് ചെയ്യേണ്ടത്, ആ ഒരു ട്രെയിനിങ് ടൈമിൽ ഏത് മെട്രിക്സ് ആണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ കോഴ്സിൽ കൊടുക്കുക. നമ്മളിപ്പോൾ ആക്യുറസി ആണ് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ലോസ് ഫംഗ്ഷൻ എന്താണ് സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ മെട്രിക്സ് ആക്യുറസി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തു, ഒപ്റ്റിമൈസർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ആഡം ഒപ്റ്റിമൈസർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത് എന്താ, ആ മോഡല് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ടൈമിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു ഒപ്റ്റിമൈസറിനെ ബേസ് ചെയ്തിട്ടാണ്. SGD എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻഡ് ആയിരുന്നു. ആഡം ആണ് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആഡം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ലോസ് ഫംഗ്ഷന്റെ കേസിൽ പറയുവാണെങ്കിൽ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ്. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഐദർ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി യൂസ് ചെയ്യാം കേട്ടോ. സോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ്. ദെൻ റിഗ്രഷൻ ആണെങ്കിൽ MSE, അതായത് മീൻ സ്ക്വയർഡ് എററോ അല്ലെങ്കിൽ MAE കൊടുക്കാം, മീൻ ആബ്സല്യൂട്ട് എററോ കൊടുക്കാം. ഓക്കെ, സോ ഓരോ ഡാറ്റ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മെട്രിക്സിന്റെ കേസിൽ എക്സാക്ട്ലി ട്രാക്ക് ചെയ്യേണ്ടത് പെർഫോമൻസ് ട്രെയിനിങ്ങിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എക്സാക്ട്ലി ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് കൊടുക്കാം, മെട്രിക്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക. ആക്യുറസി കൊടുക്കാൻ പറ്റും, പ്രിസിഷൻ, റീകോള്, AUC ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ.
സോ ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു മോഡലിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ട്രെയിൻഡ് ഹിസ്റ്ററി ഒരു മോഡൽ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഓരോ എപ്പോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഐട്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോക്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ വാലിഡേഷൻ ഡാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ചെക്ക് ചെയ്ത് നോക്കി അൺടിൽ ആ ഒരു ലോസ് ആക്യുറസി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നു. ലോസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ടുള്ള വാല്യൂസ് നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ബാച്ച് സൈസ് നമ്മൾ 1000 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഈ വന്നിരിക്കുന്ന ഔട്ട്പുട്ട്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്തു, ഹിസ്റ്ററിന്റെ, അതായത് ഹിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന്റെ ട്രെയിൻഡ് ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തു, ഹിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ അതിന്റെ കീസ് ചെക്ക് ചെയ്ത് നോക്കി. ദെൻ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. ആ ഒരു ഹിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലെ ലോസ് അതേപോലെ തന്നെ വാലിഡേഷൻ ലോസ് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുവാണ് ഈ ഒരു ഡാറ്റ സെറ്റിൽ നമ്മൾ ചെയ്തത്. ദെൻ അതിന് ശേഷം ആക്യുറസിയും അതേപോലെ തന്നെ എന്താണ് വാലിഡേഷൻ ആക്യുറസി ചെക്ക് ചെയ്ത് നോക്കി. ദെൻ അത് പ്രിഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമേജിന്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി നമുക്ക് എപ്പോഴെപ്പോഴും ആവശ്യം വരുമ്പോൾ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ പ്രിഡിക്റ്റിന്റെ ഉള്ളിൽ IM ഷോ കൊടുത്തിട്ടുണ്ട്. IM ഷോ എന്ന് പറയുന്നത് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റ്പ്ലോട്ലിബിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് IM ഷോ എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം എന്താണ് പ്രിഡിക്റ്റഡ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു പ്രിഡിക്റ്റ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. ദെൻ ആ ഒരു ക്ലാസ്സസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈ ടെസ്റ്റിന്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വരുന്ന ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ പാസ് ചെയ്യുന്ന ഇൻഡെക്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എക്സ് ടെസ്റ്റ് ഓഫ് ആ കറസ്പോണ്ടിങ് ഇൻഡെക്സിലെ വാല്യൂ എടുക്കും. ദെൻ അതിന്റെ ഷേപ്പ് എടുക്കും, അതിനെ റീഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിന് ശേഷം ഇവിടെ മോഡലിൽ നിന്ന് ആ ക്രിയേറ്റ് ചെയ്ത മോഡലിൽ നിന്ന് എന്ത് ചെയ്യും, പ്രിഡിക്റ്റ് ചെയ്യും. ഇതേപോലത്തെ മാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ക്ലാസ്സും അതേപോലെ പ്രിഡിക്റ്റഡ് ക്ലാസ്സും നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഒറിജിനൽ ക്ലാസ് എന്ന് പറയുന്നത് ഡ്രസ് ആണ്, അതേപോലെ തന്നെ പ്രിഡിക്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നതും ഡ്രസ്സ് തന്നെയാണ് വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സോ പിക്ചർ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും മാത്രം. ഓക്കെ, ഇതിൽ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? നമ്മളവിടെ ലോസ് കൊടുത്തില്ലേ, ആ അതില് സ്പാസിൻ്റെതും കൊടുത്തു, അതുപോലെ സ്പാസ് കാറ്റഗോറിക്കൽ ക്രോസ് എൻട്രോപ്പി, അതുപോലെ തന്നെ കാറ്റഗോറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്താ ഡിഫറൻസ്, ഈ അതിന്റെ ഡിഫറൻസ് എന്താ? ഏത് കൊടുത്താലും കുഴപ്പമില്ല? ഇല്ല, കാറ്റഗറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരിക മെയിൻലി ക്ലാസിഫിക്കേഷൻ അത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ക്രോസ് ആൻഡ് കാറ്റഗറിക്കലിന്റെ കേസിൽ വരുമ്പോൾ വൺ ഹോട്ട് എൻകോഡഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആയിരിക്കും കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് വരിക. ലേബിൾഡ് ഇൻറ്റീജേഴ്സ് അങ്ങനത്തെയൊക്കെയുള്ള ഡാറ്റ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലേബലും ഓരോ ക്ലാസ് ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ സ്പാസ് കാറ്റഗറിക്ക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ വരിക. സോ നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ക്ലോസ് ഫംഗ്ഷൻ. ലേബിൾഡ് ഡാറ്റയാണ്, ഇൻറ്റീജേഴ്സ് ആണ്, വൺ ഹോട്ട് അല്ലാത്ത ഡാറ്റ ആണെങ്കിൽ സ്പാസ് കാറ്റഗറിക്കൽ തന്നെയായിരിക്കും ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് വരാം, ലേബിൾസ് ഒക്കെ ആയിട്ട് വരുന്ന കേസിലും. ഇനി ലേബിൾസ് എല്ലാം വൺ ഹോട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സീറോസും വൺസും വെച്ചിട്ടുള്ള മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും നോർമൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി യൂസ് ചെയ്യാം. ഓക്കെ, ലേബിൾഡ് ആണെങ്കിൽ സ്പാസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ ആ ഒരു കോളത്തിനെ കൺവേർട്ട് ചെയ്താലും മതി. വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുവാണെങ്കിലും ഓക്കെ ആണ്, അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ സെയിം ലോസ് വെച്ചിട്ട് തന്നെയാണ് രണ്ടും കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും അത് തമ്മിൽ വരില്ല. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ദെൻ ഞാൻ നെക്സ്റ്റ് എടുത്തോട്ടെ എന്നാ. ഓക്കെ,
ഇതൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ RNN ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പുതിയൊരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ RNN ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു IMDB എന്ന് പറയും, അതായത് IMDB റിവ്യൂസിന്റെ ഒരു ഡാറ്റ സെറ്റ് ആണ്. സോ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട്സ് ആദ്യം ചെയ്യാം. ഇമ്പോർട്ട് ടെൻസർഫ്ലോ ആസ് TF കൊടുത്തിട്ടുണ്ട്. ടെൻസർഫ്ലോ ഇമ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് മോഡലിന് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ സീക്വൻഷ്യൽ വേണം, അതേപോലെ തന്നെ എംബഡഡും വേണ്ടി വരും. സോ അതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് എന്ത് കൊടുക്കുക, കീറാസ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുക. സോ സീക്വൻഷ്യൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് മോഡൽ, സോറി മോഡൽ അല്ല ലെയർ, മോഡലിൽ ഓൾറെഡി കൊടുത്തല്ലേ. സോ നെക്സ്റ്റ് ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ലെയേഴ്സ് ഇമ്പോർട്ട്, ഇവിടെ നമ്മൾ അഡീഷണലി യൂസ് ചെയ്യുന്നത് എംബഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. എംബഡിങ് കോമ നെക്സ്റ്റ് സിമ്പിൾ RNN വരുന്നുണ്ട്, ഇതേപോലെ ഡെൻസ് ലെയറും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി ഇമ്പോർട്ട് ചെയ്യുന്നത്. അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുവാണ് കേട്ടോ. സോ വൊക്കാബുലറി സൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 10,000ഉം അതേപോലെ തന്നെ സീക്വൻസ് ലെങ്ത് വരുന്നത് 200 ആണ് നമ്മൾ ഇനീഷ്യലി എടുക്കുന്നത്. സോ അത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാക്സ് ഫീച്ചേഴ്സ് ഈക്വൽസ് ഒരു 10,000 സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വൊക്കാബുലറി സൈസ് ആണ് കേട്ടോ അത് വരുന്നത്. വൊക്കാബുലറി സൈസ് ആണ് നമ്മൾ ആ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മാക്സ് ലെങ്ത്തും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മാക്സ് അണ്ടർസ്കോർ LEN ഈക്വൽസ് ഒരു 200 കൊടുക്കുന്നുണ്ട്. അതെന്തായിരിക്കും, സീക്വൻസ് ലെങ്ത് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കേട്ടോ. സീക്വൻസ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മാക്സ് കൂളിംഗ്, മാക്സിമം ഫീച്ചേഴ്സും അതേപോലെ തന്നെ മാക്സ് ലെങ്ത്തും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലോഡും കൂടി ആഡ് ഓൺ ചെയ്യാം അല്ലേ. കമന്റ് വരുന്നുണ്ട് ലോഡ്. നെയിം എന്ന് പറയുന്നത് IMDB റിവ്യൂസ് ഡാറ്റ സെറ്റ്. ഓക്കെ, സോ റിവ്യൂ ഡാറ്റ സെറ്റ് ആണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ ഫാഷൻ എംനെസ്റ്റ് ലോഡ് ചെയ്ത പോലെ തന്നെ ഇതും ലോഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ ഇത് റൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ അഗെയിൻ കോമ കൊടുക്കുന്നുണ്ട്. ദെൻ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് എന്ത് കൊടുക്കുക, TF ഡോട്ട് കീറാസ് ഡോട്ട് ഡാറ്റ സെറ്റ്സ് ഡോട്ട് IMDB ഡോട്ട് ലോഡ് അണ്ടർസ്കോർ ഡാറ്റ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നം അണ്ടർസ്കോർ വേർഡ്സ് ഈക്വൽസ് നമ്മൾ ആ കൊടുത്ത ആ ഒരു ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യുവാണ്. സോ മാക്സ് ഫീച്ചേഴ്സ് കൊടുക്കാം കേട്ടോ. മാക്സ് അണ്ടർസ്കോർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ
നമ്മൾ എക്സ്ട്രെയിനും എക്സ്റ്റെസ്റ്റും കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു മാക്സ് ലെങ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി അസൈൻ ചെയ്യേണ്ടതുണ്ട്. സോ എക്സ് അണ്ടർ സ്കോർ ട്രെയിൻ ഈക്വൽസ് എന്ത് കൊടുക്കുക, ടി എഫ് ഡോട്ട് കീറാസ് ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഡോട്ട് സീക്വൻസ് ഡോട്ട് കൊടുക്കാം. പാഡ് സീക്വൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ പാഡ് സീക്വൻസസ് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക എക്സ്ചെയിൻ കോമ മാക്സ് അണ്ടർ സ്കോർ ലെങ്ത് മാക്സ് അണ്ടർ സ്കോർ ലെൻ ഈക്വൽസ് എന്ത് കൊടുക്കുക, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ മാക്സ് ലെൻ കൊടുക്കുക. മാക്സ് അണ്ടർ സ്കോർ LN ആ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അണ്ടർ സ്കോർ ഇല്ല കേട്ടോ, എക്സ്ട്രെയിൻ്റെ സ്പെല്ലിംഗ് കൂടെ മാറിയിട്ടുണ്ട്. ഓക്കെ, സോ പാഡ് അണ്ടർ സ്കോർ സീക്വൻസ് എക്സ്ട്രെയിൻ കോമ മാക്സ് LN നമ്മൾ മാക്സ് ലെങ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം വേ എന്നും കൂടി കൊടുക്കുക, എക്സ് ടെസ്റ്റിനും കൂടി ഈ ഒരു സെയിം ഫോർമാറ്റിൽ കൊടുക്കുക. സോ എക്സ് ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക ടി എഫ് ഡോട്ട് കീറ സ്റ്റാർട്ട് പ്രീ പ്രോസസ്സിംഗ് ഡോട്ട് സീക്വൻസ് ഡോട്ട് കൊടുക്കുക പാഡ് അണ്ടർ സ്കോർ സീക്വൻസസ് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക എക്സ് ടെസ്റ്റ് കോമ മാക്സ് ലെൻ ഈക്വൽസ് മാക്സ് അണ്ടർ സ്കോർ LN കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ആ ഡാറ്റേനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഓക്കെ, സോ അത്രയധികം ഡാറ്റ സെറ്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ടൈം എടുക്കുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോഡലിനെ ബിൽഡ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ബൈ ഡീഫോൾട്ട് ഉള്ള ഡാറ്റ സെറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ക്ലീനിങ് പ്രോസസ്സ് ഒന്നും നമുക്ക് കാര്യമായിട്ട് വരുന്നില്ല. ക്ലീൻഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യാം. സോ നമ്മൾ RNNന്റെ മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുക. സോ സീക്വൻഷ്യൽ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എംബഡിങ് കൊടുക്കുന്നുണ്ട്. സോ എംബഡിങ് ഓഫ് നമ്മൾ കൊടുക്കുന്നത് മാക്സ് അണ്ടർ സ്കോർ ഫീച്ചേഴ്സ് കോമ 128 കൊടുക്കുന്നുണ്ട് കോമ ഇൻപുട്ട് ലെങ്ത് ഈക്വൽസ് മാക്സ് അണ്ടർ സ്കോർ LN തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ 200 അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലോ. സോ ആ ഒരു മാക്സ് ലെൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ അത് പറഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ, അതായത് എംബഡഡ് ലെയർ, എംബഡിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് RNNന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ RNN യൂസ് ചെയ്യാം. സോ സിമ്പിൾ RNN കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, 64 കൊടുക്കുന്നുണ്ട്. അതായത് 8ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ദെൻ എന്ത് കൊടുക്കുന്നുണ്ട്, റിട്ടേൺ സീക്വൻസ് ഈക്വൽസ് ടു കൊടുക്കുക. ദെൻ അതിന് ശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന് ശേഷം ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു സിമ്പിൾ RNN കൂടി ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, 32 കൊടുക്കുന്നുണ്ട്. ദെൻ കോമ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ലെയറും കൂടിയാണ് ലാസ്റ്റ് കൊടുക്കുന്നത്. സോ ഡെൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡെൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 1 കോമ ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക. സോ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സിഗ്മോയിഡ് കൊടുക്കുക. സോ സിഗ്മോയിഡ് കൊടുത്തിട്ടുണ്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോഡലിൽ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എംബഡിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ RNN ആണ്, തേർഡ് ലെയറും RNN ആണ്. ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത് ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു ഡാറ്റ സെറ്റിൽ വരിക. ഓക്കെ, ബൈനറി ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കമൻറ്റ് ചെയ്തിരുന്നുണ്ട്.
ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന്. സോ വാർണിംഗ് മെസ്സേജ് ഓക്കെ ആണ്, അത് ഇഷ്യൂസ് ഇല്ല. ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻപുട്ട് ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇനി അപ്ഡേറ്റ് ചെയ്ത് വരും, അപ്ഡേറ്റഡ് വേർഷനിൽ. സോ അതിൻ്റെതായ ഇഷ്യൂസ് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഇഷ്യൂസ് അല്ല, ചേഞ്ചസ് ആണ്. സോ അതൊന്ന് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഹാൻഡിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് കമ്പൈൽ ചെയ്യണം. നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ മോഡൽ ഡോട്ട് കമ്പൈൽ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഒപ്റ്റിമൈസർ ഈക്വൽസ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആഡം ഒപ്റ്റിമൈസർ ആണ്. സോ ആഡം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. സോ ലോസ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കുന്നുണ്ട്, ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുത്തിട്ടുണ്ട്. ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിംഗിൾ കോട്ട്സ് കഴിഞ്ഞ ശേഷം കോമ, മെട്രിക്സും കൂടി കൊടുക്കുക. സോ മെട്രിക്സ് ഈക്വൽ സിംഗിൾ കോട്ട്സിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കേട്ടോ. എന്ത് കൊടുക്കുക, ആക്യുറസി കൊടുക്കുക. ഓക്കെ, സോ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് റൺ, നെക്സ്റ്റ് ലൈനിൽ സമ്മറിയും കൂടെ കൊടുത്തിട്ട് റൺ ചെയ്യാം അല്ലേ. സോ മോഡൽ ഡോട്ട് കൊടുക്കുക, സമ്മറി കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ ആ ഒരു സമ്മറി നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഫസ്റ്റ് എംബഡഡ് ലെയർ ആയിരുന്നു, ഔട്ട്പുട്ട് ഷേപ്പ് ഡിഫൈൻഡ് അല്ല. അതേപോലെ തന്നെ സിമ്പിൾ RNN കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 സിമ്പിൾ RNN ആണ് നമ്മൾ കൊടുത്തത്. ദെൻ ലാസ്റ്റ് ഡെൻസ് ആയിരുന്നു. നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് ടോട്ടൽ പാരാമീറ്റേഴ്സ് ഒന്നും ഡിസ്പ്ലേ ചെയ്ത് തന്നിട്ടില്ല അല്ലേ. നമുക്ക് നോക്കാം ഇതിലെവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ഇനി ക്വറീസ് ഒന്നും മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഹിസ്റ്ററി കൊടുക്കണം. സോ ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ചെയ്ത് നോക്കാം. ഹിസ്റ്ററി ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കോമ എപ്പോക്സ് കൊടുക്കുന്നുണ്ട്. സോ എപ്പോക്സ് ഞാൻ തൽക്കാലത്തേക്ക് 3 ആണ് കൊടുക്കുന്നത് കേട്ടോ. സോ എപ്പോക്സ് 3 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാച്ച് സൈസ് ഈക്വൽസ് ഒരു 64 കൊടുക്കുന്നുണ്ട്. കോമ വാലിഡേഷൻ സ്പ്ലിറ്റ് എന്ന് പറയും. സോ വാലിഡേഷൻ അണ്ടർസ്കോർ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുന്നുണ്ട്, 0.2 ആണ് കൊടുക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇഷ്യൂ വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് എപ്പോക്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും. ലോസ് കൂടുതലാണ്, ആക്യുറസിനേക്കാളും ലോസ് കൂടുതലാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എപ്പോക്സേ ആയിട്ടുള്ളൂ. സോ ആക്യുറസി 5ഉം ലോസ് 7ഉം ആണ് നിൽക്കുന്നത്. അത് കുറഞ്ഞ് വരുന്നുണ്ട്, ആക്യുറസി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത് വേർഡ് വെച്ചിട്ടാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. സോ എംബഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫസ്റ്റ് ലെയറിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വേർഡ് ഇൻഡെക്സസിനെ എന്ത് ചെയ്യും, വേർഡ് വെക്ടേഴ്സ് ആയിട്ട് ഒരു ഇൻപുട്ട് ലെയർ ഓഫ് ടെക്സ്റ്റിനെ, അതായത് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ലെയേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ടൈമിൽ അതിനെന്താക്കും, വേർഡിന്റെ വെക്ടേഴ്സ് ആയിട്ടാണ് എംബഡിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ സിമ്പിൾ RNNൽ വരുമ്പോഴെന്താണ്, ഫസ്റ്റ് RNN ലെയേഴ്സ് ആണ്, അതായത് ഔട്ട്പുട്ട് സീക്വൻസിക്ക് ഫീഡ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് RNN ലെയർ ആണ്. സോ സെക്കൻഡ് RNN ലെയറിൽ നെക്സ്റ്റ് ആ ഒരു സീക്വൻസ് ഫസ്റ്റ് എടുക്കും. ദെൻ അതിനുശേഷം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇതിൽ വരുന്നത്, ഡെൻസിൽ വരുന്നത്. സോ ഫസ്റ്റത്തെ ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എന്തായിട്ടുണ്ട്, ലോസ് 0.5ഉം ആക്യുറസി എന്ന് പറയുന്നത് എന്താണ് 0.6ഉം ആയിട്ട് വന്നിട്ടുണ്ട്. സോ ചെറിയ വേരിയേഷനേ വന്നിട്ടുള്ളൂ. ബട്ട് നമുക്ക് ഇതിപ്പോൾ എപ്പോക്സ് കംപ്ലീറ്റ് 2 വെച്ചിട്ട് എൻഡ് ചെയ്യുവാണ് ചെയ്തത്. സോ നമുക്കതൊന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് എപ്പോക്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ 7 ആയിട്ടുണ്ട്. അതേപോലെ ലോസ് ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ എപ്പോക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആക്യുറസി 8 വന്നിട്ടുണ്ട്, 0.8 അറൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, 313 ഐറ്റംസ് ആണ് വരുന്നുണ്ട് ഐട്രേഷനിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ വരുന്നത്. നമുക്ക് നോക്കാം ഔട്ട്കം എന്താണ് വരുന്നത്. 0.8 ആക്യുറസിയും 0.4 ആണ് ലോസും കാണിക്കുന്നത്.
Okay. So ഇവിടെ വാലിഡേഷൻ ആക്യുറസി എന്ന് പറയുന്നത് 7.5ഉം നോർമൽ ആക്യുറസി എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. സോ ലോസ് എന്ന് പറയുന്നത് 0.4 ആണ്. സോ തേർഡ് എപ്പോക്കും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഫൈനൽ ഔട്ട്കം എന്താണെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ടൈം എടുക്കുവേ. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ 3 എപ്പോക്സ് ആണ് കൊടുത്തിരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിലെ ആക്യുറസി 0.88ഉം അതേപോലെ ലോസ് 0.2 ആണ്. ബെറ്റർ മോഡലൊക്കെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോക്സ് ഒന്നും കൂടി 3ഓ 5ഓ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ കിട്ടും. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഡയഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് തന്നെ IMDb റിവ്യൂസ് പ്രോബ്ലം. ഓക്കെ, സോ റിവ്യൂസ് പ്രോബ്ലം വെച്ചിട്ടായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ആ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, IMDb ഡാറ്റ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് ഡാറ്റ സെറ്റ് ആണത്. അതായത് IMDb, അതായത് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് ഡാറ്റ സെറ്റ്, അതാണ് എന്ത് IMDb എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് ഡാറ്റ സെറ്റ് എന്നാണ്. അതായത് ഒരു ബെഞ്ച് മാർക്ക് പോലെ ഒരു സെന്റിമെന്റ് അനാലിസിസിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ് അതിൽ വരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഓഫ് ഡാറ്റ. അതിൽ അറൌണ്ട് 50,000 50,000 മൂവി റിവ്യൂസ് ഉണ്ട് ആ ഒരു IMDb എന്ന് പറയുന്ന ആ ഒരു പോപ്പുലർ മൂവി വെബ്സൈറ്റിന്റെ ആ ഒരു റിവ്യൂസിൽ. അതിൽ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്, 10,000 മാക്സിമം ഫീച്ചേഴ്സ് 10,000 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 200 ആയിരുന്നു നമുക്ക് വേണ്ടുന്ന ആ ഒരു റിവ്യൂവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. സോ ഇതൊക്കെ ബേസിക്കലി ആ ഒരു ഡാറ്റ സെറ്റിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ടെൻസർഫ്ലോയിൽ കീറാസിലുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് IMDb എന്ന് പറയുന്നത്. സോ സെന്റിമെന്റ് അനാലിസിസിന്റെ തന്നെ ഒരു ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന ഒരു ഡാറ്റ സെറ്റ് ആണ് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ ടോട്ടൽ ഇറ്റ് കണ്ടെയ്ൻസ് 50,000 മൂവി റിവ്യൂസ്. സോ അതിൽ അറൌണ്ട് 50,000 മൂവി റിവ്യൂസ് ഉണ്ട്. സോ പോപ്പുലർ മൂവി വെബ്സൈറ്റ്സിൽ നിന്നുള്ള ഒരു 50,000 മൂവി റിവ്യൂസ് ഉണ്ട്. സോ ഓരോ റിവ്യൂ
ഈച്ച് റിവ്യൂ ബൈനറി, അതായത് ലേബിൾസ് പോസിറ്റീവ് സീറോ ആയിട്ടാണ് ലേബിൾ ചെയ്തിരിക്കുന്നത്. ഈച്ച് റിവ്യൂസ് each review is labeled as പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടായിരിക്കും അതിൽ റിവ്യൂസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു മോഡലിനെ പ്രിഡിക്റ്റീവ് സെന്റിമെന്റ് അനാലിസിസ് വെച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പ്രിഡിക്റ്റീവ് ആണ് അതിൽ മെയിൻലി ചെയ്യുന്നത്. നമ്മൾ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റ് ആണ് ഡീപ്പ് ലേണിംഗ് മോഡൽസിൽ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ സൈസ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് 50%, അതായത് പോസിറ്റീവും 50% നെഗറ്റീവ് ആണ് ഇതിൽ വരുന്നത്. സോ 25,000 റിവ്യൂസ് ട്രെയിനിങ്ങിനും 25,000 ടെസ്റ്റിങ്ങിനും കൊടുത്താലും നമുക്കതൊരു എന്താ പറയുന്നത്, ഒരു ഇഷ്യൂ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റ് ആണ്. ബിക്കോസ് ഈക്വലി സെപ്പറേറ്റഡ് ആണ്, അതായത് പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും ഈക്വലി ഉണ്ട്. ഓക്കെ, സോ ഹാഫ് നെഗറ്റീവ് റിവ്യൂസും അതേപോലെ തന്നെ ഹാഫ് പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്. സോ റിവ്യൂ പ്രീ പ്രോസസ്സിങ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ വേർഡും എന്താണ്, ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മേ ബി ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി എന്താണ് ഫ്രീക്വൻസി ബേസ്ഡ് ആണ് ഒരു നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വേർഡിന് 1 ആയിരിക്കും നമ്പർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ കുറവ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നമ്പറിന് ഏറ്റവും വലിയ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസി, ആ ഒരു വേർഡിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഇതിൽ റാങ്കിങ് വരുന്നത്. ദെൻ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, സീറോസ് വൺസ് വെച്ചിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ട്. സോ ബൈനറി ലേബിൾസ് ആണ് വരുന്നത്. 0 എന്ന് പറയുന്നത് നെഗറ്റീവ് റിവ്യൂനും അതേപോലെ തന്നെ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് റിവ്യൂനാണ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സോ ബൈ ഡീഫോൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10,000 മോസ്റ്റ് ഫ്രീക്വൻറ്റ് വേർഡ്സിനെ ആ ഒരു ഡാറ്റ സെറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും. റെയർ വേർഡ്സിനെ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. സോ വൊക്കാബുലറിൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡാറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബട്ട് പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് എന്താണ് ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ എംബഡിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡാറ്റ സെറ്റ് ആണിത്. ദെൻ നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലം, ലൈക്ക് നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ സെന്റിമെന്റ് ബേസ് ചെയ്തിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഹലോ വേൾഡ് ഡാറ്റ സെറ്റ് ഉണ്ട് NLPയിൽ. സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. IMDb എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് ഒരു കളക്ഷൻ ഓഫ് 50,000 മൂവി റിവ്യൂസ് ആണ് വരുന്നത്. സോ അതിൽ ലേബിൾഡ് ഡാറ്റയാണ് വരിക, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ സെന്റിമെന്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. NLPയും അതേപോലെ തന്നെ ഡീപ്പ് ലേണിംഗും ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡാറ്റ സെറ്റ് ആണ് ഇത് IMDb എന്ന് പറയുന്നത് കേട്ടോ. സോ ആ ഒരു ഡാറ്റ സെറ്റിനെയാണ് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത്. സോ കീരാസിന് ഡാറ്റ സെറ്റിൽ നിന്ന് IMDbനെ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് 10,000 മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വൊക്കാബുലറിന്ന്. ദെൻ അതിനുശേഷം എന്താണ്, നമ്മൾ മാക്സ് ലെങ്ത് കൊടുത്തിട്ടുണ്ടായി അല്ലേ. സോ എക്സ്ട്രെയിൻ്റെയും എക്സ് ടെസ്റ്റിൻ്റെയും ലെങ്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി 200. അതായത് സീക്വൻസ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 200 മതി എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, മോഡൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. സോ ഓരോ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓരോ ലെയർ ആണ് അല്ലേ. സോ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ അതിൽ ഫസ്റ്റത്തെ ലെയർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, എംബഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ എംബഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ വേർഡ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് എംബഡിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആ ഒരു വേർഡ്സിനെ അല്ലെങ്കിൽ ഒരു ടോക്കൺസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡെൻസ് വെക്ടർ ആയിട്ട് റിയൽ നമ്പേഴ്സിക്ക് പ്ലെയിൻ ഇൻറ്റീജേഴ്സിന് പകരം റിയൽ നമ്പേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് എംബഡിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താണ്, ഇൻറ്റീജേഴ്സിന്റെ മീനിങ്സ് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇനീഷ്യലി എന്താണ് ഓരോ വേർഡും IMDb റിവ്യൂലുള്ള ഓരോ വേർഡിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ന്യൂമറിക്കലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എംബഡിങ് ലെയർ ആയിട്ട് ആ ഒരു ഓരോ വേർഡിന്റെ ID വെച്ചിട്ട് ഡെൻസ് വെക്ടർ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് 0.12 -0.87 0.45 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഈ ഒരു വെക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെമാൻറ്റിക് മീനിങ്, ആ ഒരു വേർഡിന്റെ സെമാൻറ്റിക് മീനിങ്
ഐഡന്റിഫൈ ചെയ്യുന്നത്. ലൈക്ക് ഗുഡ്, എക്സലന്റ്, അമേസിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സിമിലർ ആയിട്ടുള്ള എംബഡിങ്ങിന് പറ്റിയ വേർഡ്സ് ആണ്. അതേപോലെ ബാഡ്, ടെറിബിൾ, ഓഫുൾ, ഇതൊക്കെ എന്താണ് ക്ലസ്റ്റർ ചെയ്യും. അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ വേർഡിനെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. സോ ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.